ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്നലെ മോളുടെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വൈകുന്നേരമായി കേട്ടോ. പിന്നെ അരി വെള്ളത്തിലിടാനും അരയ്ക്കാനും ഒന്നും നിന്നില്ല. അതിന് നിൽക്കാൻ സമയമില്ലായിരുന്നു. ഒത്തിരി താമസിച്ചാണ് വന്നത്. മാത്രമല്ല ഒത്തിരി ക്ഷീണിച്ചാണ് വന്നത്. ഈ ചൂടും വെയിലും എല്ലാം കൂടി കൊണ്ട് ആ ഓഡിറ്റോറിയത്തിലിരുന്ന് ഒരു പരുവായി. വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും കട്ടിലിൽ കയറി കിടന്നാൽ മതി, ആ പരുവത്തിലാണ് തിരിച്ചു വന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വീണ്ടും താമസിച്ചു. കാരണം ഇന്നലെ രാത്രി അത്ര ക്ഷീണിച്ചാണ് വന്നത്. അപ്പോൾ പിന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ആയിരുന്നു ഒന്നും അറിഞ്ഞില്ല, അത്ര ഇതിലാണ് വന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗോതമ്പ് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ഗോതമ്പ് ദോശ ആർക്കും അത്ര വലിയ പിടുത്തമൊന്നുമില്ല, എങ്കിലും തട്ടിക്കൂട്ട എളുപ്പം അതാണല്ലോ. കുഞ്ഞൂസിന് ഇഡ്ഡലി മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി റെഡിയാക്കി. ഇന്ന് കടയ്ക്കൽ തിരുവാതിര സമാപന ദിവസമാണ്. തിരുവാതിര തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും അന്നദാനത്തിന് ഇതുവരെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടി അന്നദാനത്തിന് പോകാമെന്ന് വിചാരിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും കുളിച്ച് റെഡിയായി. മേക്കപ്പിന് കയറുമ്പോൾ പിന്നെ ഒരു ബഹളമാണ് ഞാനും എൻ്റെ മോളും തമ്മിൽ. ഞാൻ റെഡിയാകുന്നതിനിടയിൽ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പാത്തുകൊണ്ട് പോയി ഒളിച്ചു വെപ്പാണ് എൻ്റെ മോളുടെ പണി. അത് തന്നെയാണ് മെയിൻ പ്രോബ്ലം കേട്ടോ. വെയിലായതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നന്നായിട്ട് ഇടണമല്ലോ. പിന്നെ കുറച്ച് ഫൗണ്ടേഷനും ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ സെറ്റാക്കി കുറച്ച് സ്റ്റോക്ക് ക്രീമും ഒക്കെ ഇട്ട് ഐബ്രോ കൂടി ഷേപ്പ് ചെയ്തിട്ടുണ്ടേ. മേക്കപ്പിൻ്റെ ഇടയിലും മോളുടെ കരച്ചിലും ബഹളമൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ മ്യൂട്ട് അടിച്ചിട്ടേക്കുവാണ്. മോളെ ഒരുക്കി കൊടുക്കുമ്പോൾ പിന്നെ കരച്ചിൽ അതിൻ്റെ പേരിലാണ്. ഞാൻ ഒരുക്കി കൊടുക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് രണ്ടുപേർക്ക് രണ്ട് രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ വലിയൊരു ബഹളം തന്നെ വീട്ടിൽ നടക്കാറുണ്ട്. 11:30 നട അടയ്ക്കും. അതിന് മുമ്പിട്ട് തന്നെ തൊഴാൻ കയറുകയും വേണം. അതിൻ്റെ പേരിൽ വെപ്രാളപ്പെട്ട അവിടെ ഒരുങ്ങുക വേണം കേട്ടോ. പുട്ടി അടിക്കലൊക്കെ നല്ല കാര്യമായിട്ട് നടക്കുന്നുമുണ്ട്. ഞാൻ റെഡിയായിട്ട് മോളെ പെട്ടെന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചാൽ അവൾ കേൾക്കത്തില്ല, ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. ഞാൻ കെട്ടിക്കൊടുക്കുന്ന ഹെയർ സ്റ്റൈൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇട്ട് കൊടുക്കുന്ന മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അവൾക്ക് അവളുടേതായ തീരുമാനത്തിൽ അവിടെ ഉറച്ചു നിന്ന് ബഹളം കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ. ഇതിനിടയിൽ അനിയത്തിയുടെ റൂമിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാനും കടന്ന് ബഹളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വന്ന് അവളുടെ രീതിയിൽ ഒരുക്കി കൊടുക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവളെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവൾ റൂമിൽ കയറി നിന്നിട്ടുണ്ട്. അവളും കുഞ്ഞൂസും കൂടെ പിന്നെ റെഡിയാവുന്ന തിരക്കിലാണ്. അതിനിടയിൽ എന്നെയും കൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മറ്റൊരു വശത്ത് അമ്മ അവിടുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നിറങ്ങും സമയം ഒരുപാട്, അമ്പലത്തിൽ നട അടയ്ക്കും എന്നും പറഞ്ഞിട്ട് അമ്മയുടെ ബഹളം അത് വേറൊരു സൈഡിൽ നടക്കുന്നുണ്ടേ. പിന്നെ ഞാനും അനിയത്തി റെഡിയാവാൻ കയറിയാൽ പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അമ്മയുടെ കലാപരിപാടികൾ അമ്മ അവിടെ തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതാരും ശ്രദ്ധിക്കുന്നുമില്ല കേട്ടോ. എവിടെ പോകാൻ ഇറങ്ങിയാലും ഏത് കമ്മലിടണമെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. പിന്നെ അവസാനം ഞാനും അവളും കൂടി നമ്മുടെ കമ്മലുകൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്താണ് ഇട്ടത്. അങ്ങനെ അവസാനം ഒരു കമ്മലിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതും ഇട്ടുകൊണ്ടാണ് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത്. ഇത് കാണുന്ന നിങ്ങളിപ്പോൾ വിചാരിക്കും അമ്പലത്തിൽ പോകാൻ എന്തിനാണ് ഇത്രയും പുട്ടി അടിക്കുന്നതെന്ന്. എത്ര പുട്ടി അടിച്ചാലും അമ്പലത്തിൽ ചെന്ന് ആ വെയിലത്ത് നിന്ന് അന്നദാനം കഴിക്കാനായിട്ട് നിന്നിട്ട് അന്നദാനം കഴിച്ചിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മളാണെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലായിപ്പോവും. തല കെട്ടിക്കൊടുക്കുന്ന ഇഷ്ടപ്പെടാത്തതിനുള്ള കരച്ചിലും ബഹളമൊക്കെ കേട്ടോ അവിടെ നടക്കുന്നത്. ഞാൻ ഫോണിൽ വീഡിയോ പിടിക്കാൻ നേരത്തെ എൻ്റെ ഫോൺ തട്ടിക്കളയാനായിട്ടിരിങ്ങി, അതിൻ്റെ ബഹളം അവിടെ നടക്കുന്നുണ്ട്. ഇത് എവിടെ പോകാൻ ഇറങ്ങിയാലും എൻ്റെ കുഞ്ഞൂസിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു കരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത് എന്നുമുള്ളൊരു കലാപരിപാടിയാണ്. ആര് തല കെട്ടിക്കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തുമില്ല. ഇനി ഇഷ്ടപ്പെട്ടാൽ പോലും ഒരു കരച്ചിലും ബഹളവും കഴിഞ്ഞിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങി അന്നദാനത്തിന് ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഇത്രയും ഒരു തിരക്കിലും ഞാൻ ഇന്നേ വരെ അന്നദാനത്തിന് കയറിയിട്ടില്ല, അത്ര തിരക്കായിരുന്നു. കടയ്ക്കൽ തിരുവാതിര കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ കടയ്ക്കൽ തിരുവാതിര അവസാനിക്കുന്നത് വരെ നമുക്ക് കടയ്ക്കലോട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല. അത്രമാത്രം തിരക്കായിരിക്കും. കടയ്ക്കക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത്. തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും പ്രായമായവർക്കും അതുപോലെ കുഞ്ഞുങ്ങളുള്ളവർക്കും ഒക്കെ ഒരു സ്പെഷ്യൽ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കും കുഞ്ഞിനും പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചിറങ്ങാൻ പറ്റി. പക്ഷേ അമ്മയും അനിയത്തിയും 1.25 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് അവർ ചോറ് കഴിച്ചിട്ടിറങ്ങിയത്. അത്രമാത്രം തിരക്കായിരുന്നു. അവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ വരുന്നവർക്ക് പാർക്കിങ്ങിന് വേറെ സ്ഥലം തിരക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ഉത്സവത്തിന് വരുന്നവർ എല്ലാവരും അവിടെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും കയറി തൊഴാനൊക്കെ പറ്റി. പിന്നെ വെറ്റിലയൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ മേളയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അമ്പലപ്പറമ്പിൽ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാംഗല്യം വാത്സല്യം സീരിയലിൻ്റെ മഹാസംഗമം ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഷൂട്ടിങ്ങൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ കുറച്ച് അന്ന് അവിടെ മേളയിലൊക്കെ ചുറ്റിക്കറങ്ങിയ ശേഷം നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.